അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിനു ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇബാദത്താണ് സക്കാത്ത് എന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്നത് വളരെ കാർക്കശ്യത്തോടുകൂടി, വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിശുദ്ധ ഖുർആൻ 27 സ്ഥലങ്ങളിൽ സക്കാത്തിനെയും നിസ്കാരത്തെയും ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അഥവാ നിസ്കാരം എത്രമേൽ ഗൗരവപ്പെട്ടതാണോ അത്രമേൽ ഗൗരവപ്പെട്ടതാണ് സക്കാത്തും എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ നോക്കൂ. അഖീമുസ്സലാ വ ആതു സക്കാത്ത്, നിങ്ങൾ നിസ്കരിക്കുവീൻ, നോമ്പ് നോൽക്കുവീൻ എന്നല്ല പറയുന്നത്. നിങ്ങൾ അഖീമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കുവീൻ, വ ആതു സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വിട്ടുവീൻ, വല്ലദീന മുഖീമൂന സ്വലാത്ത വ മുഅ്തൂന സക്കാത്ത എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് കാണാം. നിസ്കാരം നിർവഹിക്കുന്നവർ, സക്കാത്ത് കൊടുത്തു വിട്ടുന്നവർ. അപ്പോൾ നിസ്കാരത്തെയും സക്കാത്തിനെയും വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ചേർത്തുകൊണ്ടാണ് പറയുന്നത്. നിസ്കാരം എത്രമേൽ ഗൗരവപ്പെട്ടതാണോ അതുപോലെ ഗൗരവപ്പെട്ടതാണ് സക്കാത്ത് എന്നർത്ഥം. വിശുദ്ധ ദീനിൽ സക്കാത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ വിവരിക്കുന്ന സമയത്ത് സക്കാത്ത്, നിസ്കാരം ഒരു വർഷത്തിലെ 365 ദിവസവും ഒരു വിശ്വാസി നിർവഹിക്കാൻ ബാധ്യസ്ഥമാണ് എന്നതുപോലെ ഒരു വർഷത്തിലെ 365 ദിവസവും ചിലപ്പോൾ വിശ്വാസികൾ അത് കൊടുക്കാൻ, സക്കാത്ത് നിർവഹിക്കാൻ ബാധ്യസ്ഥരാകും. നിബന്ധനകളൊത്ത വിശ്വാസി, എല്ലാ വിശ്വാസികളുമല്ല, നിബന്ധനകളൊക്കാത്തപ്പോൾ സ്ത്രീകളിൽ ചില ന്യൂനതകളുള്ളവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവർ, രോഗികളായിട്ടുള്ള ആളുകൾ, അവരെക്കുറിച്ചല്ല പറയുന്നത്. അതേസമയത്ത് നിബന്ധനകളൊത്തിട്ടുള്ള ആളുകൾ, ആ നിബന്ധനകളൊത്തിട്ടുള്ള ആളുകൾ 365 ദിവസവും നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നതുപോലെ നിബന്ധനയൊത്തിട്ടുള്ള മനുഷ്യർ 365 ദിവസവും സക്കാത്ത് കൊടുക്കലും ബാധ്യസ്ഥമായി വരുന്നതാണ് ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സക്കാത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റമളാനിൻ്റെ 27-ാം രാവിൽ അല്ലെങ്കിൽ റമളാനിൻ്റെ അവസാന ഘട്ടത്തിൽ, അവസാന വാരത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദാനമായി ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പേരാണ് സക്കാത്ത് എന്നാണ് സമൂഹത്തിൽ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വിശ്വാസികൾ നടത്തുന്ന ദാനധർമ്മത്തിൻ്റെയോ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയോ ജീവകാരുണ്യ സംവിധാനങ്ങളുടെയോ പേരല്ല യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് 365 ദിവസവും ചിലപ്പോൾ വിശ്വാസികൾ നിബന്ധനയൊത്തവരാണെങ്കിൽ അത് നിർവഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലർക്ക് മാസത്തിൽ ഒരിക്കൽ നിർവഹിക്കേണ്ടി വരും, ചിലർക്ക് വർഷത്തിൽ ഒരിക്കൽ നിർവഹിച്ചാൽ മതി. ഇതാണ് സക്കാത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ വർഷത്തിൽ 365 ദിവസം 360 ഷോപ്പുകൾ ഒരു വർഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഒരു ജ്വല്ലറി ഉടമ ജ്വല്ലറി തുടങ്ങുന്നു. അയാൾക്ക് 365 ഷോപ്പുകളുണ്ട്. വർഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിലാണ് അയാൾ ആ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും വ്യത്യസ്ത ദിവസങ്ങളിൽ അയാൾ ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ, ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ അയാൾക്ക് വർഷത്തിലെ 365 ദിവസവും സക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥമായി വരും, നിർബന്ധമായി വരും. നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരം സാമ്പത്തികമായ കാര്യങ്ങളിൽ 365 ദിവസവും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ഒട്ടേറെ മനുഷ്യരെ കാണാം. സാമ്പത്തികമായി ഈ ഷോപ്പുകൾ 100, 150, 200, 300, 400 ഒക്കെ ഷോപ്പുകൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന മുതലാളിമാർ, അല്ലെങ്കിൽ സമ്പന്നർ, അല്ലെങ്കിൽ ഷോപ്പുടമകൾ, ഇവർ അത്രയും ദിവസം, കാരണം ഓരോ അതിൻ്റെ കണക്കുകൾ നമ്മൾ പറയുമ്പോൾ ഓരോന്നിനും ഇൻഷാ അല്ലാഹ് തുടർന്ന് അത് പറയാവുന്നതാണ്. ഓരോന്നിനും വർഷം തികയുന്ന സമയത്ത് ഇന്ന ദിവസം ഒരു ഷോപ്പ്, ഇപ്പോൾ ഈ പറയുന്ന
റമദാൻ മാസത്തിലെ 15ാമത്തെ ദിവസം ഒരാൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു എങ്കിൽ അടുത്ത റമദാൻ 15 ആകുമ്പോൾ അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. റമദാൻ 20 മറ്റൊന്ന് ഓപ്പൺ ചെയ്തു, അപ്പോൾ അടുത്ത റമദാൻ 20 ആകുമ്പോൾ അതിന് കൊടുക്കണം. അവിടെ ഒരാൾ മുഹറം 1 ഒരു ഷോപ്പ് തുടങ്ങുന്നത് എങ്കിൽ മുഹറം 1 അതിൻ്റെ സക്കാത്ത് അയാൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരാൾ റബീഉൽ അവ്വൽ 12 ഒരാൾ സക്കാത്ത് ഒരു ഷോപ്പ് തുടങ്ങുന്നത് എങ്കിൽ ആ ഷോപ്പിന് അടുത്ത റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, സക്കാത്ത് എന്ന് പറയുന്നത് നിസ്കാരം പോലെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നിസ്കാരം പോലെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് മാത്രമല്ല, നിസ്കാരം വർഷത്തിൽ 365 ദിവസം നിർവഹിക്കൽ നിർബന്ധമായതുപോലെ സക്കാത്തും പലർക്കും 365 ദിവസവും നിർവഹിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, സക്കാത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിൽ പലയിടത്തും കാണാം വിശ്വാസികളുടെ ലക്ഷണം. ഇപ്പോൾ സൂറത്ത് മുഅ്മിനീൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇവിടെ നോക്കൂ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിശ്വാസി? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ്, നിസ്കാരത്തിൽ തഖ്വയുള്ള ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദീൻ. അശ്ലീലതകളെ തൊട്ട്, ആഭാസങ്ങളെ തൊട്ട്, വേണ്ടാത്തരങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവർ. പിന്നെ പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് അശ്ലീലതയുടെ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരാണ്. മുത്തഖീങ്ങളെ കുറിച്ചും പറയുന്നിടത്ത് അതിൻ്റെ സൂചനകൾ നൽകിയത് കാണാം. സൂറത്തുൽ ബഖറയുടെ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ: അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ് സ്വലാ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, നിസ്കാരം നിലനിർത്തുന്നു. വല്ലദീന വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്ന് അവർ വ്യയം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കലിൻ്റെ അനിവാര്യമായിട്ടുള്ള നിബന്ധനയൊത്തതിൻ്റെ പേരാണ് നമ്മൾ സക്കാത്ത് എന്ന് വിളിക്കുന്നത്. സൂറത്തുൽ മാഊൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, അതിൻ്റെ ആശയം തന്നെ ഇങ്ങനെയാണ്: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തി. അവിടെ നോക്കൂ, ആരാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ? ദീനിനെ കളവാക്കുന്നവർ ആരാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അനാഥകളെ പരിഗണിക്കാൻ, അനാഥകളെ ആട്ടിവിടുന്നവർ, അനാഥകളെ പരിഗണിക്കാതെ അവരെ അവഗണിക്കുന്നവർ, അതുപോലെ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് അന്നമൂട്ടാൻ തയ്യാറാകാത്ത ആളുകൾ. അപ്പോൾ പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത്, അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. പലപ്പോഴും നിസ്കാരത്തെക്കാൾ സക്കാത്ത് ഗൗരവപ്പെടുന്നത് പോലും കാണാം. നിസ്കാരം എന്ന് പറയുന്നത് സ്വാഭാവികമായും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. പടച്ചവനും പടപ്പും തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹുവേ, ജീവിതത്തിൻ്റെ ചാപ്പല്യങ്ങളിൽപ്പെട്ട്, ജീവിതത്തിൻ്റെ അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ വെച്ച്, വൈകാരികമായ നിമിഷങ്ങളിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി എന്നിൽ നിന്ന് നിസ്കാരങ്ങൾ പോയിട്ടുണ്ട്, പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഗഫാറായ, സത്താറായ, റഹീമായ, റഹ്മാനായ തമ്പുരാൻ പൊറുക്കാം. സക്കാത്ത് അവിടെ നിന്നും വിടുന്നുണ്ട്. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് കേവലം അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നതിൻ്റെ അപ്പുറത്ത് പടപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരേ സമയം അള്ളാഹുവിനോടുള്ള ബാധ്യതയുമുണ്ട്, പടപ്പുകളോടുള്ള ബാധ്യതയുമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെ സക്കാത്തിൻ്റെ കാര്യം വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കും. മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പള്ളിയിലെ ഉസ്താദ് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, ഇതാ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ജനാസ ഫുലാൻ ബിൻ ഫുലാൻ ഇന്നാലിന്ന ആളുടേതാണ്. അദ്ദേഹത്തിൽ നിന്ന് വാക്ക് സംബന്ധമായോ മറ്റോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതാണ്. സാമ്പത്തികമായി വല്ലതും കിട്ടാനോ കൊടുക്കാനോ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാമ്പത്തികമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കടവും മറ്റുമൊക്കെയാണ് കൂട്ടുക. നമ്മുടെ ഫുഖഹാ കൃത്യമായി പറയുന്ന ഒരു വിഷയമുണ്ട്.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് ഒരുപാട് കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ ഔന്നത്യത്തിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അയാൾ കണക്ക് പോയി നോക്കി സക്കാത്ത് കൊടുത്തില്ല, സക്കാത്ത് പരിഗണിച്ചതേയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടം അയാൾക്ക് കഴിഞ്ഞുപോയി. പിന്നീട് അയാൾ സാമ്പത്തികമായി തകർന്നു, കടക്കാരനായി മാറുന്ന സാഹചര്യമുണ്ടായി. ഒരു ഉദാഹരണത്തിന്, ഒരാൾ 1 കോടി രൂപ സക്കാത്തിൻ്റെ ബാധ്യസ്ഥതയുള്ള ആളായി മാറി. 1 കോടി രൂപ സക്കാത്തിൻ്റെ ബാധ്യതയുള്ള ആൾ, സക്കാത്ത് ഇനത്തിൽ മാത്രം അയാൾ 1 കോടി രൂപ കൊടുക്കാനുണ്ട്. അയാൾ മറ്റുള്ളവർക്ക് കടമായിട്ട് 1 കോടി രൂപ വേറെയും കൊടുക്കാനുണ്ട്. അയാളുടെ മൊത്തം പ്രോപ്പർട്ടി വിറ്റപ്പോൾ 1.5 കോടി രൂപയെ കിട്ടുന്നുള്ളൂ. സക്കാത്തിൻ്റെ ഇനത്തിൽ അയാൾ 1 കോടിയുണ്ട്, മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ 1 കോടിയുണ്ട്. അപ്പോൾ 2 കോടിയുടെ ബാധ്യത അയാൾക്കുണ്ട്. ഇവിടെ 1.5 കോടി അയാളുടെ പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടുന്നുള്ളൂ. എങ്കിൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഫുഖഹാ പറയുന്നത് സക്കാത്തിനെ ആദ്യം മുന്തിക്കണം എന്നുള്ളതാണ്. കാരണം സക്കാത്തിൽ ഫിഹി ഹഖുല്ലാഹി വ ഹഖുന്നാസ്, അതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ട്, ജനങ്ങളോടുള്ള ബാധ്യതയുണ്ട്. മറ്റേതിൽ കടത്തിൻ്റെ അവിടെ ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ, പടപ്പുകളോട് മാത്രം. ഇത് അള്ളാഹുവിനോട്, സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ഈ ബാധ്യത ബന്ധിക്കുന്നു, പടപ്പുകളോട് ഈ ബാധ്യത ബന്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്നുള്ളത് വളരെ വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്ന ഒരു സാമ്പത്തിക സംവിധാനം, ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയുണ്ട്. പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തെ പരിഗണിക്കുന്ന, സമൂഹത്തെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ ഖുർആനിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ലികൈലായകൂന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും എന്നതാണ്. എന്തുകൊണ്ട് സമ്പത്ത്, നിങ്ങൾ സക്കാത്ത്, അതുപോലെ ഗനീമ, ഇങ്ങനെയുള്ള സമ്പത്ത് വ്യവസ്ഥയെ, ഇസ്ലാമിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് ലികൈലായകൂന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിലെ സമ്പന്നർക്കിടയിൽ ഇത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പത്ത് എന്ന് പറയുന്നത് നിശ്ചിത ആളുകളിൽ മാത്രം കറങ്ങുന്ന, ലോകത്തെ മറ്റെല്ലാ ക്യാപിറ്റലിസം പോലെ അതുപോലെയുള്ള സാമ്പത്തിക വ്യവസ്ഥിതി, ഇതിലൊക്കെ നമ്മൾ കാണുന്നത് മുതലാളി കൂടുതൽ മുതലാളിയായി മാറുകയും പാവങ്ങൾ കൂടുതൽ പാവങ്ങളായി മാറുകയും, ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ 80% വരുന്ന സമ്പത്ത് മുഴുവനും വിരലിലെണ്ണാവുന്ന ആളുകളുടെ കൈകളിൽ മാത്രം കുമിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അതിനൊരു പൊളിച്ചെഴുത്ത് എന്ന നിലക്കാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സക്കാത്ത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ലികൈലായകൂന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും, സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹു റബ്ബ് തആല മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു നിഅമത്താണ്, അതോടൊപ്പം ഒരു പരീക്ഷണമാണ്. സമ്പത്ത് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. സമ്പത്ത് നൽകാതെ ദരിദ്രനാക്കി ഒരാളെ നിർത്തുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. സമ്പന്നന് സമ്പത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ അവനിലൂടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ തന്ന സമ്പത്തിനോട് നീ എങ്ങനെ നന്ദി കാണിക്കുന്നു, നീ എങ്ങനെ പെരുമാറുന്നു, നിന്റെ ഇടപെടൽ എന്താകുന്നു, ഇതാണ് അള്ളാഹു താല അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരാളെ പാവങ്ങളാക്കി മാറ്റുമ്പോൾ, ഫക്കീറാക്കി മാറ്റുമ്പോൾ, മിസ്കീനാക്കി മാറ്റുമ്പോൾ അള്ളാഹു അവനവിടെ എത്രത്തോളം ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനും ആ രീതിയിൽ പെരുമാറാനും സാധിക്കുന്നു എന്നതാണ് അള്ളാഹു അവിടെ അതിലൂടെ പരീക്ഷണ വിധേയമാക്കുന്നത്. ഈ 2 കൂട്ടരെയും ഒരുപോലെ പരീക്ഷിക്കുകയാണ്, സമ്പത്ത് കൊടുത്തുകൊണ്ടും കൊടുക്കാതെയും പടച്ച തമ്പുരാൻ. ഇവിടെ ജാഗ്രത പുലർത്താൻ, ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് സമ്പന്നൻ്റെ ബാധ്യതയാണ്. ഏറ്റവും കൂടുതൽ ഗൗരവം കാണിക്കേണ്ടത് സമ്പന്നൻ്റെ ബാധ്യതയാണ്. അവൻ്റെ വിഷയങ്ങളിൽ കണക്ക് നോക്കി കൃത്യമായി ഓരോന്നും കൊടുക്കുക, ഓരോന്നും വിതരണം ചെയ്യുക എന്നത് അവൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അവൻ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിൻ്റെ അമരനായകത്വം ഏറ്റെടുത്തു. അദ്ദേഹം മുസ്ലിങ്ങളുടെ ലീഡറായി, സുപ്രീമായി വന്നു, ഖലീഫയായി വന്നു. ഖലീഫയായി അദ്ദേഹം വന്നപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആഭ്യന്തരമായ കലഹങ്ങളുണ്ടായി. ഇസ്ലാമിൽ നിന്ന് ചിലർ മുർദ്ദദായിപ്പോയി, മതഭ്രഷ്ട് സംഭവിച്ച് പുറത്തു പോയി. വേറെ ചിലർ കള്ളപ്രവാചകന്മാർ രംഗപ്രവേശം ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ, അസ്വദുൽ അനസിയെ പോലെയുള്ള കള്ളപ്രവാചകന്മാരുടെ അരങ്ങേറ്റമുണ്ടായി.
ഈ അരങ്ങേറ്റ ഘട്ടങ്ങളിൽ. അതുപോലെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് സക്കാത്ത് നിഷേധികളായ ഒരു വിഭാഗം രംഗത്തിറങ്ങി. അവർ വന്നിട്ട് അവർ ഖുർആൻ ഓതിയിട്ടാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുദു മിൻ അംവാലിഹിം സദഖ, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കയെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഈ കൽപ്പന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു, പരലോകം പ്രാപിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഇനി മറ്റൊരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വ്യക്തിക്ക് മുഹമ്മദ് നബി തങ്ങളോടാണ് അള്ളാഹു സക്കാത്ത് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം വേറൊരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് നിഷേധികളായ ഒരു വിഭാഗം രംഗത്തിറങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊതുവെ ശാന്തനായിരുന്ന അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സക്കാത്ത് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, ഞാൻ നിങ്ങൾക്കെതിരെ ആയുധമെടുക്കും, പോരാടും. ഒരു ഭരണാധികാരി എന്ന നിലക്ക് നിങ്ങളിൽ നിർബന്ധപൂർവ്വം ഞാനത് വാങ്ങിയിരിക്കും. വളരെ കണിശവും ഗൗരവവുമായിട്ടുള്ള ഈ സമീപനം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഖലീഫ, അങ്ങെന്തിനാ ഇത്ര രൂക്ഷമായ ഗൗരവകരമായ സമീപനം സ്വീകരിക്കുന്നത്, ഇത്ര തീവ്രമായ സമീപനം സ്വീകരിക്കുന്നത്? അവർ മുസ്ലിങ്ങളല്ലേ, അവർ നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നവർ, അവർ നമ്മളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നവർ, അവർ നമ്മളുടെ വേദഗ്രന്ഥം ഫോളോ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവർ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ആളുകൾക്കെതിരെ ആയുധമെടുക്കുക എന്ന് പറയുന്നത്, അവരെ ആയുധം കൊണ്ട് സായുധ വിപ്ലവത്തിലൂടെ അടിച്ചമർത്തുക എന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള സമീപനമല്ല. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ മനഉനി ഖാലൻ കാനൂ യുഅദ്ദൂന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലൈഹി ലഹാറത്തുഹും അലൈഹി. വല്ലാഹി അല്ലാഹുവാണ് സത്യം. ലൗ മനഉനി ഖാലൻ കാനൂ യുഅദ്ദൂന ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത്, അല്ലാഹുവിന്റെ റസൂൽ ഹയാത്തിലുണ്ടായിരുന്ന കാലത്ത് അവർ റസൂലുള്ളാഹിക്ക് ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തിരുന്നു. ആ ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തിരുന്ന സമയത്ത് ആ ഒട്ടകത്തെ കൊടുക്കുമ്പോൾ അതിന്റെ മൂക്കയറ് കൂടെ അതിന്റെ കൂടെ കൊടുത്തിരുന്നു. എനിക്ക് അതിന്റെ മൂക്കയറാണ് അവർ നിഷേധിക്കുന്നതെങ്കിൽ പോലും ഒട്ടകത്തെ തരുന്നു, പക്ഷെ അതിന്റെ പിടിക്കയറ് അതിന്റെ മൂക്കയറാണ് എനിക്ക് നിഷേധിക്കുന്നതെങ്കിൽ പോലും ലഖാതൽതുഹും അലൈഹി ലഹാറബ്തുഹും അലൈഹി, ഞാൻ അവർക്കെതിരെ ഇക്കാര്യത്തിൽ അവർ എനിക്ക് ഒട്ടകത്തിന്റെ മൂക്കയറ് നിഷേധിച്ചു എന്നതിന്റെ പേരിൽ ഞാൻ അവർക്കെതിരെ പോരാട്ടം നയിക്കുമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്, പൊതുവെ ശാന്തനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്രയും ഗൗരവത്തോടെ ഇതിനെ അവതരിപ്പിച്ചപ്പോൾ, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്ക, സ്വലാത്ത് നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ അവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നു. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാകുന്നു, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇത് സക്കാത്തിൻ്റെ ഗൗരവം നമ്മളുടെ മുമ്പിൽ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്നത് റമദാനിൻ്റെ അവസാന വാരത്തിൽ നടത്തുന്ന കേവലം ചാരിറ്റി പ്രവർത്തനം എന്നതിനപ്പുറത്ത് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തെ പോലെ ഒരു വിശ്വാസി ശ്രദ്ധിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സക്കാത്ത് നിഷേധത്തെ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുക എന്നുള്ളത്, നരകത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് കാണാം. മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ കടന്നു? അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് വലം ലക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിന്നെ പറഞ്ഞ് ഞങ്ങൾ പാവങ്ങൾക്ക് അന്നം മുട്ടാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിന് നിശ്ചിത ശതമാനങ്ങളുണ്ട്, നിശ്ചിത കണക്കുകളുണ്ട്, നിശ്ചിത രീതികളുണ്ട്. ആ കണക്കുകൾ നോക്കി രീതി അനുസരിച്ച് സക്കാത്ത് വിതരണം ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല ആ ബാധ്യതകൾ കൃത്യമായി വൃത്തിയായി നിർവഹിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സക്കാത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൽ വിശ്വാസികൾ കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയുടെ, ഇസ്ലാം വ്യക്തികൾക്ക് ഒരുപാട് ബാധ്യതകൾ കണക്കാക്കിയിട്ടുണ്ട്. സ്വതക്ക,
സദഖ എന്നാണ് സക്കാത്തിനെ കുറിച്ച് പലയിടത്തും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. സദഖയെക്കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. സദഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്നത്തായിട്ടുള്ള ഐച്ഛിക ദാനം എന്നാണ് പറയാറുള്ളത്. സദഖ സുന്നത്തായിട്ടുള്ള കാര്യം മാത്രമല്ല. സദഖ ചെയ്യൽ ചിലപ്പോൾ സുന്നത്തായി വരും, എന്നാൽ ചിലപ്പോൾ നിർബന്ധമായി വരും. സദഖ പലപ്പോഴും നിർബന്ധമായി വരും. സക്കാത്ത് ഇസ്ലാമിലെ സാമ്പത്തികമായ ബാധ്യതകളിലെ ഒരു ബാധ്യത മാത്രമാണ്. സക്കാത്ത് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ സാമ്പത്തികമായ ബാധ്യതകൾ തീരുകയില്ല. സക്കാത്ത് കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ, പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ സ്വതക്ക കൊടുക്കൽ നിർബന്ധമായി വരുന്ന ഘട്ടങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ കണക്ക് എത്രയാണ് സക്കാത്ത് ഒരു വ്യക്തി കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സൂചനകൾ നൽകാം. 8 കൂട്ടം സക്കാത്ത് സ്വത്തുകളിലാണ് സക്കാത്ത് എന്ന നിലക്ക് നിർബന്ധമായി വരുന്നത്. സ്വതക്കയല്ല, സക്കാത്ത്. സ്വതക്ക വിശാലാർത്ഥത്തിലുള്ള സ്വതക്ക പലതിനും നിർബന്ധമായി വരും. എന്നാൽ 8 കൂട്ടം സമ്പത്തിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്. നമ്മുടെ നാട്ടിൽ സ്വർണം, വെള്ളി, നാണയങ്ങൾ, അതുപോലെ കച്ചവടച്ചരക്കുകൾ, അതുപോലെ ആട്, മാട്, ഒട്ടകങ്ങൾ, നിധി, ഖനിജങ്ങൾ, ഇതിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്. കാരക്ക, മുന്തിരി പോലെയുള്ള ഇതിലാണ് സക്കാത്ത് പൊതുവിൽ നിർബന്ധമായി വരുന്നത്. ഇവിടെ സ്വർണം ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 മിസ്കാൽ സ്വർണം ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിൻ്റെ 2.5% ആ സ്വർണത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ, ഒരു വർഷം ഒരാളുടെ ഉടമാധികാരത്തിലുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. 20 മിസ്കാൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം 85 ഗ്രാം, 10.5 പവനിലധികം ഉണ്ടാകും. പവൻ കണക്കിന് കൂട്ടുമ്പോൾ 85 ഗ്രാം പ്യുവർ സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ ഉണ്ട് എങ്കിൽ, ഒരു വർഷം ഉണ്ട് എങ്കിൽ അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എത്ര കൊടുക്കണം എന്നുള്ളതാണ്. ഒരാളുടെ ഉടമസ്ഥതയിൽ സ്വർണം ഉണ്ടായാൽ മതി. അത് അയാൾ ആ രീതിയിൽ ഒരു വർഷം അയാളുടെ ഉടമസ്ഥതയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ വർഷം തികയുമ്പോൾ അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ സ്വാഭാവികമായിട്ടും സ്വർണം നിക്ഷേപമായിട്ട് വെക്കുന്നവർ, അതുപോലെ സൂക്ഷിച്ചു വെക്കുന്നവർ, ഇങ്ങനെ എല്ലാ ആളുകളും അതിൽപ്പെടുന്നതാണ്. അതേസമയത്ത് ആഭരണമായ സ്വർണം, സാധാരണഗതിയിൽ സ്ത്രീകൾ ധരിക്കൽ അനുവദനീയമായിട്ടുള്ള ആഭരണങ്ങൾ, സ്ത്രീകൾ ധരിക്കൽ, സാധാരണഗതിയിൽ ഒരു സ്ത്രീ ധരിക്കൽ ആ അനുവദനീയമായിട്ടുള്ള ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. എന്നാൽ സാധാരണയിൽ കവിഞ്ഞ് സ്വർണം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അലങ്കാരമാണ്. ഈ അലങ്കാരം എന്നുള്ളത് ആഭാസകരമായി മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്വർണം അലങ്കാരത്തിൽ നിന്ന് ആഭാസങ്ങളിലേക്ക് മാറുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങൾക്ക് പോലും സക്കാത്ത് നിർബന്ധമായി മാറും. അതിന് ഫുഖഹാ ഉദ്ധരിക്കുന്ന ഉദാഹരണം, ഇപ്പോൾ സ്വർണത്തിൻ്റെ ഒരു വള ഒരു സ്ത്രീ സാധാരണഗതിയിൽ 1 പവൻ്റെ 2 പവൻ്റെ ഒക്കെ വള ധരിക്കാം. പക്ഷേ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വള, 11 പവൻ്റെ ഒരു വള, 10 പവൻ്റെ ഒരു വള അങ്ങനെ ധരിക്കുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള കേസാണ്. അത് സാധാരണഗതിയിൽ ഒരു സ്ത്രീ ധരിക്കാത്തതാണ്. അപ്പോൾ ഒരു സ്ത്രീ 10.5 പവൻ്റെ ഒരു വള അവർ ധരിച്ചിട്ടുണ്ട് എങ്കിൽ 85 ഗ്രാമിലധികം വരുന്ന ഒരു വളയെ അവർ ധരിച്ചിട്ടുള്ളൂ. ആ ഒരു വളയ്ക്ക് അവിടെ സക്കാത്ത് നിർബന്ധമാകും. കാരണം സ്വർണം അലങ്കാരം എന്നതിൻ്റെ അപ്പുറത്ത് ആഭാസം എന്നതിലേക്ക് അത് പോകുന്നുണ്ട്. അതേസമയത്ത് സാധാരണഗതിയിൽ നമ്മുടെ സ്ത്രീകൾ ധരിക്കുന്ന വിവിധങ്ങളായ ആഭരണങ്ങൾ, അത്തരം ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, സ്വർണം അത് പുരുഷന്മാർ എടുത്തു വെച്ചിട്ടുള്ള ധരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ലാത്ത നിക്ഷേപങ്ങളാക്കി, അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അവരുടെ ആഭരണങ്ങളാക്കി ഒക്കെ വെക്കുന്ന ഇതുണ്ടാകും. അതിനൊക്കെ സക്കാത്ത് നിർബന്ധമായി മാറും. മറ്റൊന്നാണ് വെള്ളി എന്ന് പറയുന്നത് 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. 595 ഗ്രാം, ഇത് നമ്മൾ പ്രത്യേകം വെള്ളിയുടെ കണക്ക് ഇന്നത്തെ കാലത്ത് നോട്ട് ചെയ്തു വെക്കൽ അനിവാര്യമാണ്. 595 ഗ്രാം 200 ദിർഹം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ട് എങ്കിൽ അയാൾ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വർഷം തികയുമ്പോൾ തൻ്റെ ഉടമാധികാരത്തിൽ ഉണ്ടായാൽ മതി. ഇപ്പോൾ
സ്വർണത്തിന് വില കൂടിയ കാലഘട്ടത്തിൽ വെള്ളിയിലേക്ക് ആളുകൾ വ്യാപകമായി നിക്ഷേപങ്ങൾ വെക്കുകയും വെള്ളി വ്യാപകമായി വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലത്ത് വെള്ളിയുടെ സക്കാത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെയാണ് സ്വർണം, വെള്ളി, പിന്നെ നാണയങ്ങൾ. സ്വാഭാവികമായും ഒരു കാലഘട്ടത്തിൻ്റെ വിനിമയമായിരുന്നു സ്വർണവും വെള്ളിയും എന്ന് പറയുന്നത്. നമ്മുടെ ഫുഖഹാ സ്വർണത്തിനും വെള്ളിയും എന്തുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമായത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നത് ഖിവാമുന്നാസി, ലോകത്തിൻ്റെ നിലനിൽപ്പ്, സമൂഹങ്ങളുടെ നിലനിൽപ്പ്, നാഗരികതകളുടെ നിലനിൽപ്പ്, സമൂഹത്തിൻ്റെ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ സ്വർണം വെള്ളി ഇതിലായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് അതിന് നിർബന്ധമായി. ഇന്നത്തെ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അതിന് പകരം കറൻസികൾ വന്നു, നാണയങ്ങൾ വന്നു. അത്തരം കറൻസികൾ വരുമ്പോൾ സ്വർണത്തിൻ്റെ തോതനുസരിച്ചാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ല വെള്ളിയുടെ തോതനുസരിച്ചാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? കച്ചവടം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞു, സ്വർണം വെള്ളി വിഷയങ്ങളിൽ ഏതിനാണോ ആദ്യം നിസ്വാബ് എത്തുന്നത്, അഥവാ പാവങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ളത് ഏതിനാണോ ആദ്യം പാവങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അതിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഒരാൾ 10.5 പവൻ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും 12 ലക്ഷം 13 ലക്ഷം രൂപ വരും. അപ്പോൾ സമൂഹത്തിലെ നല്ലൊരു വിഭാഗത്തിന് സക്കാത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. പക്ഷേ വെള്ളിയാകുമ്പോൾ അങ്ങനെയല്ല. വെള്ളിയാകുമ്പോൾ 595 ഗ്രാം, ഒരു ഗ്രാം വെള്ളിക്ക് 300 രൂപയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിലുണ്ട് എങ്കിൽ അയാൾക്ക് 1.5 ലക്ഷം, അതുപോലെ സമാനമായിട്ടുള്ള കണക്കുകളാണ്, അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മൾ ഏകദേശം പറയുകയാണ്, 1 ഗ്രാം വെള്ളിക്ക് 850 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 595 ഗ്രാമിന് 850 × 595 ഗ്രാമിന് 1,66,600 രൂപ. അത്രയാണ് കണക്ക് വരുന്നത്. അപ്പോൾ 1,66,600 രൂപ ഇന്നത്തെ കണക്ക് പ്രകാരം. അത് ഏറിയും കുറഞ്ഞുമൊക്കെ വെള്ളിയുടേതിൽ വരാം. ഏറ്റവും കുറഞ്ഞ നിസാബ് വരുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാളുടെ ഉടമസ്ഥതയിൽ 2 ലക്ഷം രൂപ, ഇപ്പോഴത്തെ മാർക്കറ്റ് കപ്പാസിറ്റി അനുസരിച്ച് 1.25 ലക്ഷം രൂപ ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം പൂർണ്ണമായി ഉണ്ട് എങ്കിൽ അയാൾ ആ 1.25 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ 2.5% അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. 2 ലക്ഷം രൂപയുള്ളവൻ 5,000 രൂപ, 2.5%. 1 ലക്ഷം രൂപയുള്ളവന് 2,500 കൂട്ടുമ്പോൾ 2 ലക്ഷം രൂപയുള്ളവന് 5,000 രൂപ അയാൾ പണം എന്ന നിലക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് അയാളുടെ കയ്യിലുള്ളതാകാം, ബാങ്ക് ബാലൻസ് ആകാം, എവിടെയെങ്കിലും നിക്ഷേപിച്ചതാകാം, മറ്റൊരാൾക്ക് കടം കൊടുത്തതാകാം. ഇതൊക്കെ അതിൻ്റെ ഗണത്തിൽപ്പെടും. ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാറ്റിനും അയാൾ സക്കാത്ത് കൊടുക്കണം. പണമായി അയാളുടെ ഉടമസ്ഥതയിൽ ഉള്ളതിനൊക്കെയും വർഷം തികയുമ്പോൾ അയാളുടെ ഉടമാധികാരത്തിൽ ഒരു വർഷം 1.25 ലക്ഷം രൂപ ഇന്നത്തെ വെള്ളിയുടെ തോത് കണക്കിലാക്കിയിട്ട് നമ്മൾ നിശ്ചയിക്കുകയാണ് എങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ സക്കാത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കൊടുക്കുന്നവർ തന്നെ പലപ്പോഴും വാങ്ങാനും അർഹരാണ് എന്നുള്ളതാണ്. 2 ലക്ഷം രൂപ ഉടമാധികാരത്തിലുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ അയാൾ ഫക്കീറായിരിക്കാം, മിസ്കീനായിരിക്കാം. ഫക്കീറാണ്, മിസ്കീനാണ് എന്നതുകൊണ്ട് അയാൾ സക്കാത്തിൻ്റെ ഉടമാധികാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയൊന്നുമില്ല. അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. പല ഘട്ടങ്ങളിലും അയാൾക്ക് വാങ്ങാനും നിർബന്ധിതനാകും. അതിൻ്റെ ഉദാഹരണം ഞാൻ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സക്കാത്ത് സ്വർണം, വെള്ളി, നാണയങ്ങൾ, അതുപോലെ കച്ചവട വസ്തുക്കളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണത്തിൻ്റെ നിസാബാണ് ഏറ്റവും കുറഞ്ഞതിൻ്റെ നിസാബാണ് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒരാൾ കച്ചവടം തുടങ്ങി. കഴിഞ്ഞ റമദാൻ 1-ന് ഒരാൾ കച്ചവടം റമദാനും സക്കാത്തും തമ്മിൽ യാതൊരു ബന്ധവും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് വർഷം എപ്പോഴാണോ തികയുന്നത് അപ്പോൾ സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ റമദാനിലേക്ക് പിന്തിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല. സക്കാത്തിൻ്റെ അവകാശികളപ്പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഉടമകളപ്പുറത്ത് അതിന് വേണ്ടപ്പെട്ട ഫക്കീർ മിസ്കീന് പോലെയുള്ള പാവങ്ങളായ ആളുകൾ അതിന് കാത്തു നിൽക്കുമ്പോൾ റമദാൻ വരട്ടെ എന്നുള്ളത്. റമദാന് സ്വതക്ക ചെയ്യൽ പുണ്യമുണ്ട്, സ്വതക്ക കൊടുക്കൽ പുണ്യമുണ്ട്. പക്ഷേ സ്വതക്കയും സക്കാത്തും പലപ്പോഴും രണ്ടായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവകാശികളപ്പുറത്തുണ്ടാകുമ്പോൾ സക്കാത്ത് പിന്തിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാകുന്ന കാര്യമാണ്. അതേസമയത്ത് സക്കാത്ത് മുന്തിപ്പിക്കാവുന്നതാണ്. ഒരാൾക്ക്
അടുത്ത ഷവ്വാലിലെ അല്ലെങ്കിൽ ബലിപെരുന്നാൾ ദുൽഹജ്ജിലെ ഒരു വർഷം പൂർത്തിയാകുള്ളൂ. അയാൾ അതിൻ്റെ സക്കാത്ത് ഇപ്പോൾ തന്നെ കൊടുത്തു, റമദാനിൽ തന്നെ കൊടുത്തു. ഖലാസ്, അത് വിടുന്നതാണ്. സക്കാത്ത് പിന്തിപ്പിക്കാൻ പാടില്ല, മുന്തിപ്പിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സക്കാത്തിൻ്റെ കച്ചവട വസ്തുക്കൾ, കച്ചവടം എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന എന്തൊക്കെ ഏർപ്പാടുകളുണ്ടോ ആ ഏർപ്പാടിനൊക്കെ സക്കാത്ത് കൊടുക്കണം. ഭൂമി കച്ചവടം, ഫ്ലാറ്റ് കച്ചവടം, മീൻ കച്ചവടം, എന്തൊക്കെയാണോ കച്ചവടം എന്ന രീതിയിൽ മനുഷ്യൻ നടത്തുന്നത് എല്ലാ കച്ചവടത്തിനും സക്കാത്ത് നിർബന്ധമായിട്ടുള്ള കാര്യം. സക്കാത്ത് കൊടുക്കൽ വർഷം തികയുന്ന സമയത്ത് അയാളുടെ ലാഭം പ്രത്യേകമായി എടുത്തു വെച്ചിട്ടില്ല എങ്കിൽ ലാഭവും മൂലധനവും അതുപോലെ തന്നെ കിട്ടുമെന്ന് ഉറപ്പുള്ള കടവും നമ്മൾ കൂട്ടേണ്ടത്. കച്ചവടത്തിൻ്റെ സക്കാത്തുള്ളവർ കൊടുക്കും. ഇപ്പോൾ ഒരു പലചരക്ക് കച്ചവടക്കാരനാണ്, ഉദാഹരണത്തിന് അയാളുടെ ഷോപ്പിൽ അയാൾ കഴിഞ്ഞ മുഹറം ഒന്നിന് അയാൾ ഒരു കച്ചവടം തുടങ്ങുന്നു, ഒരു ഷോപ്പ് തുടങ്ങുന്നു, ഒരു പലചരക്ക് കച്ചവടം തുടങ്ങുന്നു. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ മുഹറം 1 വന്നു, അയാൾ കടയിൽ സ്റ്റോക്ക് എടുപ്പ് നടത്തി നോക്കുമ്പോൾ അവിടെ 8 ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ട്. അയാളുടെ ബോക്സിൽ ലാഭമായി കിട്ടിയതും അല്ലാത്തതുമൊക്കെ ആയിട്ട് കൂടിയിട്ട് ഒരു 3 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ 11 ലക്ഷം രൂപയായി. അയാൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടം അതൊരു 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ 11ഉം 2ഉം 13 ലക്ഷം രൂപയായി. അപ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് ഈ വർഷം 13 ലക്ഷം രൂപയുടേതാണ്. കച്ചവടത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിൽ ലാഭമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം, നഷ്ടമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. നിസാബുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ 10 ലക്ഷം രൂപയുടെ കച്ചവടം കഴിഞ്ഞ വർഷം തുടങ്ങി. ഈ വർഷം എത്തിയപ്പോൾ, കഴിഞ്ഞ റബീഉൽ അവ്വലിൽ തുടങ്ങിയതാണ്, ഈ റബീഉൽ അവ്വൽ എത്തിയപ്പോൾ അയാൾ സ്റ്റോക്ക് എടുപ്പ് നടത്തി സ്റ്റോക്ക് ഉള്ളതും ഒക്കെ ലാഭവും ഒക്കെ കൂടി കൂട്ടുമ്പോൾ അയാൾക്ക് ആകെ 7 ലക്ഷം രൂപയേ ഉള്ളൂ. അഥവാ നടത്തിയ കച്ചവടം നഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നു. 3 ലക്ഷം നഷ്ടത്തിലാണ് അയാൾ ഓടുന്നത്. നഷ്ടത്തിലും അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിസാബുണ്ടോ എങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ. ധാന്യങ്ങളുടെ സക്കാത്ത്, ധാന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായി പറയേണ്ടതൊന്നാണ്. ഞാൻ ചുരുക്കി പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 1200-1300 കിലോ ധാന്യം ഉണ്ട് എങ്കിൽ അതിന് സ്വാഭാവികമായി ഇന്ന് ധാന്യം കൃഷി ഉണ്ടാക്കാൻ ചിലവ് കൂടുതലാണ്. ആ ചിലവ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും പല നിലക്കും നനച്ചുണ്ടാക്കുന്നവരാണ്. 5% അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 20-1 5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഒറ്റ കൃഷിയിലാകാം, കൂട്ടത്തിൽ ഒരുപാട് തവണകളായിട്ട് 1-2 തവണകളായിട്ട് ഒരു പാടത്ത് തന്നെ ഒരു വർഷത്തിനകത്ത് കൃഷി ചെയ്യുന്നതാകാം. മൊത്തത്തിൽ കൂട്ടിയാൽ ഈ പറയുന്ന 1200-300 കിലോയിലധികം ഉണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ആട്, കന്നുകാലികൾ, ആട്, മാട്, ഒട്ടകങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ അത് അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. 40 ആടുണ്ട് എങ്കിൽ ഒരു ആടിനെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് കർമ്മശാസ്ത്രമായ വിധികളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന്, ആർക്കാണിത് കൊടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കച്ചവട വസ്തു സ്വർണവും വെള്ളിയാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണം. കച്ചവട വസ്തുവിൽ കച്ചവട വസ്തു കൊടുത്താൽ പോരാ, പണമായി തന്നെ കൊടുക്കണം. 2.5% അവരും കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അത് പറയുന്നുണ്ട്. സൂറത്ത് തൗബയുടെ 60-ാമത്തെ ആയത്ത് തോന്നുന്നു. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഖാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീലി ഫരീദത്തും മിനല്ലാഹ്. സദഖ എന്ന് പറയുന്നത് 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്തിൻ്റെ അവകാശികളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണുന്നത്. ഇന്നമ സദഖാതു ലിൽ ഫുഖറാ, ഒന്ന് ഫഖീർ, വൽ മസാകീൻ വൽ ഖാരിമീന അലൈഹാ, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വഫി റിഖാബ് വൽ ഖാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ. ഇങ്ങനെ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്തിൻ്റെ അവകാശികളായി പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ അനിവാര്യമായിട്ടുള്ള ആളുകളെ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് ഫഖീർ.
ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഏകദേശം ഒരു ദിവസം പെർ ഡേ കഴിഞ്ഞു പോകാൻ ഒരു 1000 രൂപയുടെ ചിലവുണ്ട്. പക്ഷേ അയാൾക്ക് ആകെ 200-300 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ. ജീവിച്ചാൽ എങ്ങനെയാലും ഒപ്പിച്ചാൽ ഒക്കൂല. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ജീവിതം അനുഭവിക്കുന്ന ആളുകൾ, പരമദരിദ്ര എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വിഭാഗം. രണ്ടാമത് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു 1000 രൂപയൊക്കെ പെർ ഡേ ചിലവുണ്ട്. പക്ഷെ ആൾക്കൊരു 700-800 രൂപയൊക്കെ കിട്ടും. ഒപ്പിച്ചാൽ ഇങ്ങനെ ഒത്തില്ല എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ആൾ മിസ്കീൻ. ഇവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. പിന്നെ ഫക്കീർ, മിസ്കീൻ, ആമിലീൻ അലൈഹ, സക്കാത്തിൻ്റെ ഇത് പിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ളിടത്ത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വകുപ്പില്ല. ഞാരെങ്കിലും കൃത്രിമമായി അങ്ങനെ വകുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുകയുമില്ല, കൊടുത്താൽ സക്കാത്തായി വിടുകയുമില്ല. അൽ-ആമിലീന അലൈഹ വൽ മുഅല്ലഫത്ത് ഖുലൂബ്. പിന്നെ ഉള്ളത് മുഅല്ലഫത്ത് ഖുലൂബാണ്. ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തിയ ആളുകൾ സ്വാഭാവികമായും ഇസ്ലാമിലേക്ക് വന്നു എന്നതുകൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് നഷ്ടപ്പെടും, അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള അനന്തര സ്വത്ത് നഷ്ടപ്പെടും, അവരുടെ സമൂഹത്തിൽ ബഹിഷ്കൃതരാകും. ഇവിടെയും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സമാശ്വാസം എന്ന നിലക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അൽ-മുഅല്ലഫത്ത് ഖുലൂബും ഫി റിഖാബ്, അടിമത്തമോചനം. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. വൽ ഖാരിമീൻ, കടം കൊണ്ട് വലഞ്ഞവർ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിയവർ, രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട്, വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി, അവനവൻ്റെ നിലവാരത്തിനനുസരിച്ച രീതിയിൽ അങ്ങനെ കടം വാങ്ങി വലഞ്ഞ ആളുകൾ, സമൂഹത്തെ മസ്ലഹത്താക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ ആളുകൾ, ഇങ്ങനെ കടം വാങ്ങി കുടുങ്ങിയ ആളുകൾ, അവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മ പോരാട്ടം നടത്തുന്ന ആളുകൾ. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിലവിലുള്ള സംവിധാനമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന, കൂലിയൊന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങുന്ന ആളുകൾ. അബിനിസബീൽ, വഴിയാത്രക്കാരായ ആളുകൾ, യാത്രികരായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരാൾക്ക് ഒരിടത്തേക്ക് യാത്ര പോകേണ്ടതുണ്ട്, അയാൾക്ക് ചിലവില്ല, അല്ലെങ്കിൽ അതിനുള്ള യാത്രക്കുള്ള ചിലവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഈ 8 വിഭാഗം ആളുകൾക്ക് ഇവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. ഇവർക്ക് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് ഇന്നമ സദഖാത്ത്, ഇവർക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവർക്കപ്പുറം മറ്റൊരു വിഭാഗങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പലരും സക്കാത്തിൻ്റെ ഈ വകുപ്പുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിന് സക്കാത്ത് കൊടുക്കുക, അതേപോലെ ഡയാലിസിസ് സെൻ്ററിന് സക്കാത്ത് കൊടുക്കുക, സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുക, യതീംഖാനകൾക്ക് സക്കാത്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം പലപ്പോഴും ബിദ്അത്തിന്റെ കക്ഷികൾ പലപ്പോഴും തെറ്റായി നമ്മുടെ മതപ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നമ, ഇവർക്ക് മാത്രമാണ് എന്നാണ്. അല്ല, ഇവർ പറയുന്നത്, ബിദ്അഈ കക്ഷികളൊക്കെ പറയുന്നത് പോലെ ഇത് വിശാലമായൊരു വകുപ്പായിരുന്നുവെങ്കിൽ ഈ ഖുർആൻ ഇങ്ങനെ പറയാമായിരുന്നു, ഇന്നമ സദഖാത്ത് ഫീ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാമെന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ, ഇവർക്ക് കൊടുത്താലേ സക്കാത്ത് വിടൂ. ഇനി എത്ര കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കണക്ക് പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു വിഷയമാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ആളുകളുടെ പട്ടിണി അടക്കുക എന്നുള്ളതാണ്, ആളുകളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്, പ്രയാസങ്ങളെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ സക്കാത്തായിട്ട് ഒരു 25,000 രൂപയുണ്ട്, അവകാശികൾക്ക് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, അതേമാതിരി കടക്കാരനുണ്ട്, മതപരിവർത്തനം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഈ 25,000 രൂപ ഈ നാട്ടിലെ പാവങ്ങൾക്ക് തന്നെ വിഹിതമായി അവകാശികളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1,000 രൂപ പോലും കൊടുക്കാനുണ്ടാവില്ല. കിട്ടുന്നവർക്ക് കാര്യമായ ഉപകാരം ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് എങ്കിൽ സക്കാത്തിൻ്റെ വിഹിതം ഓരോ വിഭാഗത്തിലെയും 3 ആളുകൾക്ക് വീതം തന്നെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ സംഖ്യകളായിട്ട് അവർക്ക് കിട്ടുകയുള്ളൂ. കൊടുക്കുന്ന ആളുകൾക്കും വാങ്ങുന്ന ആളുകൾക്കും അത് കാര്യമായ ഉപകാരത്തിൽ പെടാത്ത സാഹചര്യം വന്നാൽ ഈ സക്കാത്തിൻ്റെ സ്വത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ 1-2 ആളുകൾക്ക് സവിശേഷമായി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മുടെ ഫുഖഹായിനിടയിൽ തർക്കത്തിലുള്ള വിഷയമാണ്. എങ്കിലും ഷാഫിഈ മദ്ഹബിലെ തന്നെ മറ്റു മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും ഇമാമുകളിൽ നല്ലൊരു വിഭാഗം പറയുന്നത് അല്ല, അങ്ങനെ കൊടുക്കാവുന്നതാണ്. സക്കാത്ത് ഈ പറയുന്ന എല്ലാവരിലേക്കും കൊടുക്കുമ്പോൾ ആർക്കും ഉപകാരപ്പെടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ ഈ സക്കാത്ത് ഈ പറയുന്ന നാട്ടിലെ
ഒന്നോ രണ്ടോ പാവങ്ങൾക്ക്, ഫക്കീർ, മിസ്കിന് ആരാണ് എന്നുള്ളത് വെച്ചാൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ കൊടുക്കുന്നവർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും, വാങ്ങുന്നവർക്കും അതിലൂടെ കൂടുതൽ ഉപകാരം സിദ്ധിക്കാൻ കഴിയുന്നതാണ്. സക്കാത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊന്നാണ്. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സക്കാത്തിൻ്റെ പേരിൽ നടക്കുന്ന സക്കാത്ത് കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുത്താൽ വിടുമോ എന്നുള്ളത്. സക്കാത്ത് ബൈത്തുൽ മാല്, അതേമാതിരി ബൈത്തുൽ സക്കാത്ത് കമ്മിറ്റി എന്നൊക്കെ പേരിൽ പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മതം ഇസ്ലാം എന്ന് പറയുന്നത് ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് ഓരോ ഇബാദത്തിനും അതിൻ്റെതായ ചിട്ടുണ്ട്. ഇപ്പം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ആവില്ല. അതിൻ്റെ ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, അതിന് നിർവഹിക്കേണ്ട രീതിയുണ്ട്, അതിൻ്റെ അബാദുണ്ട്, ഇഹാത്തുണ്ട്. ഇത് നിർവഹിക്കുമ്പോഴേ നിസ്കാരം അതിൻ്റെ ഘടനയിൽ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് സക്കാത്ത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് അതിൻ്റെതായ ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിബന്ധനകളിൽ പെട്ടിട്ടുള്ളതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയും ഇന്നത്തെ സക്കാത്ത് കമ്മിറ്റികൾക്ക് കൊടുത്താൽ പല കാരണങ്ങളാൽ വിടുകയില്ല. ഒന്ന്, ഇനി ഇവിടെയുള്ള പ്രശ്നങ്ങളിൽ ഒന്ന്, സക്കാത്ത് ഉടമ നേരിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഒരു മീഡിയേറ്ററായിട്ടുള്ള, ഒരു മധ്യവർത്തികളായിട്ടുള്ള സക്കാത്ത് കമ്മിറ്റിയുടെ ആവശ്യം പലപ്പോഴും അവിടെ വരുന്നില്ല. എന്നാൽ സക്കാത്തിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ആയിട്ട് നിൽക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാട്ടിലൊരു മഹലിൽ, ആ മഹലിലെ പള്ളിയിലെ ഉസ്താദ്, ആ നാട്ടിലെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള മുതലാളിമാരെ എല്ലാവരെയും കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ വർഷത്തെ സക്കാത്ത് ഇന്നാലിൻ്റെ വീട്ടുകാരന് കൊടുക്കണം കേട്ടോ. ഒന്നോ രണ്ടോ വീട്ടുകാരെ അല്ലെങ്കിൽ 2-3 വീട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ നാട്ടിലെ, ഈ മഹലിലെ ഒരു 1000 വീടുള്ള മഹലാണ്. ആ നാട്ടിൽ സ്വാഭാവികമായും 200-300 ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ടാവും. അവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സക്കാത്ത് ഈ വർഷം ഇന്നാലിൻ്റെ വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്. അവിടെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ വീട്ടുകാർക്ക് കൊടുക്കുന്നു. ഇവിടെ സക്കാത്ത് കമ്മിറ്റി എന്നുള്ള ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന നിലയ്ക്ക് മഹലിലെ ഖത്തീബിന് പ്രവർത്തിക്കാവുന്നതാണ്, ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 1-2 വ്യക്തികൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അല്ലാതെ അവർ സക്കാത്ത് സ്വരൂപിച്ച് അവർ സക്കാത്ത് വിതരണം ചെയ്യുന്ന രീതി ഇസ്ലാമികമായ രീതിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ ഉൾക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമുഖം എന്ന നിലക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ അറിവുള്ള ജ്ഞാനികളായ ഉസ്താദുമാരിൽ നിന്നും മറ്റുമൊക്കെ പഠിച്ച് നമ്മുടെ സക്കാത്ത് ഉൾപ്പെടെയുള്ള, സക്കാത്ത് മാത്രമല്ല ഇസ്ലാമിലെ സാമ്പത്തിക ബാധ്യത, സക്കാത്ത് ഉൾപ്പെടെയുള്ള ബാധ്യതകളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോടും ഈ സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.